IPL ആവേശത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ വിജയക്കുതിപ്പിന് തടയിടാൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനുമായില്ല. ഇരുവമ്പന്മാരും ഏറ്റുമുട്ടിയ പോരാട്ടത്തിൽ 6 വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. ബാംഗ്ലൂർ ഉയർത്തിയ 202 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം വെറും 18 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി രാജസ്ഥാൻ മറികടന്നു. ഈ സീസണിലെ രാജസ്ഥാന്റെ തുടർച്ചയായ 4ാം വിജയമാണിത്. ഇതോടെ 8 പോയിന്റുമായി അവർ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ബാംഗ്ലൂരിന് തുടക്കം തന്നെ കനത്ത തിരിച്ചടിയേറ്റു. ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ ഓപ്പണർ ഫിൽ സോൾട്ടിനെ ജോഫ്ര ആർച്ചർ പുറത്താക്കി. പിന്നീട് ക്രീസിലൊന്നിച്ച വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും ചേർന്ന് അതിവേഗം സ്കോർ ഉയർത്തി. എന്നാൽ 3ാം ഓവറിൽ പടിക്കലിനെ ജോഫ്ര ആർച്ചറുടെ പന്തിൽ ഹെറ്റ്മേയർ പിടികൂടിയതോടെ ബാംഗ്ലൂർ തകർന്നു. സ്കോർ 58-ൽ നിൽക്കെ കോഹ്ലിയെ രവി ബിഷ്ണോയ് ബൗൾഡാക്കി. പിന്നീട് വന്ന കൃണാൽ പാണ്ഡ്യ 1, ജിതേഷ് ശർമ്മ 5, ടിം ഡേവിഡ് 13 എന്നിവർക്കൊന്നും തിളങ്ങാനായില്ല. ഒരു ഘട്ടത്തിൽ 94 റൺസിന് 7 വിക്കറ്റ് എന്ന നിലയിൽ ബാംഗ്ലൂർ വൻ തകർച്ചയെ നേരിട്ടു. എന്നാൽ മറുവശത്ത് ക്യാപ്റ്റൻ രജത് പാട്ടീദാർ 40 പന്തിൽ 63 റൺസ് ഉറച്ചുനിന്ന് പൊരുതിയത് ബാംഗ്ലൂരിന് ജീവൻ നൽകി. 4 സിക്സും 4 ഫോറും അടങ്ങുന്നതായിരുന്നു പാട്ടീദാറിന്റെ ഇന്നിംഗ്സ്. സ്കോർ 125-ൽ നിൽക്കെ റൊമാരിയോ ഷെപ്പേർഡ് 11 പന്തിൽ 22 പുറത്തായെങ്കിലും അവസാന ഓവറുകളിൽ തകർത്തടിച്ച വെങ്കടേഷ് അയ്യർ 15 പന്തിൽ 29 സ്കോർ 200 കടത്തി. അവസാന ഓവറിലെ അവസാന പന്തിൽ സന്ദീപ് ശർമ്മയെ സിക്സർ പറത്തിയാണ് വെങ്കടേഷ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. രാജസ്ഥാനുവേണ്ടി ജോഫ്ര ആർച്ചർ, രവി ബിഷ്ണോയി, ബ്രിജേഷ് ശർമ്മ എന്നിവർ 2 വിക്കറ്റ് വീതവും സന്ദീപ് ശർമ്മ, രവീന്ദ്ര ജഡേജ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. 202 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാന് തുടക്കത്തിൽ തന്നെ ഓപ്പണർ യശസ്വി ജയ്സ്വാളിനെ ടീം സ്കോർ 21-ൽ നഷ്ടമായി. എന്നാൽ പിന്നീട് കണ്ടത് 15-കാരനായ വൈഭവ് സൂര്യവംശിയുടെ അവിശ്വസനീയ വെടിക്കെറ്റാണ്. വെറും 15 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച വൈഭവ് 26 പന്തിൽ 8 സിക്സും 8 ഫോറുമടക്കം 78 റൺസ് അടിച്ചുകൂട്ടി. വൈഭവിന്റെ ചിറകിലേറി രാജസ്ഥാൻ പവർ പ്ലേയിൽ മാത്രം 97 റൺസ് എടുത്തു. 6.2 ഓവറിൽ തന്നെ അവർ 100 കടന്നു. 8ാം ഓവറിൽ വിരാട് കോഹ്ലിയുടെ ഒരു തകർപ്പൻ ക്യാച്ചിലൂടെ വൈഭവ് മടങ്ങിയത് കളിയിൽ നേരിയ വഴിത്തിരിവുണ്ടാക്കി. പിന്നാലെ എത്തിയ ഷിംറോൺ ഹെറ്റ്മേയർ 0 റൺസ്, ക്യാപ്റ്റൻ റിയാൻ പരാഗ് 3 റൺസ് എന്നിവർ പെട്ടെന്ന് പുറത്തായത് രാജസ്ഥാനെ 134-ൽ 4 എന്ന നിലയിലാക്കി. എന്നാൽ പിന്നീട് ക്രീസിലൊന്നിച്ച ധ്രുവ് ജുറേൽ, രവീന്ദ്ര ജഡേജ സഖ്യം ബാംഗ്ലൂരിന്റെ പ്രതീക്ഷകൾ പൂർണ്ണമായും തല്ലിക്കെടുത്തി. 43 പന്തിൽ 3 സിക്സും 8 ഫോറുമടക്കം 81 റൺസുമായി പുറത്താകാതെ നിന്ന ധ്രുവ് ജുറേലാണ് രാജസ്ഥാന്റെ വിജയശില്പി. ഇതോടെ 12 പന്തുകൾ ബാക്കി നിൽക്കെ രാജസ്ഥാൻ അനായാസ വിജയം സ്വന്തമാക്കി.